തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതി കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കായംകുളം സ്വദേശി ആതിരയെയാണ് മരിച്ച നിലയിൽ കണ്ടത്. 5:30 അമ്പലത്തിൽ പൂജയ്ക്ക് പോയ ഭർത്താവ് മടങ്ങിയെത്തിയപ്പോഴാണ് ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, നേരത്തെ നൽകിയതിൽ നിന്ന് കൂടുതലായി എന്ത് വിവരങ്ങൾ? കൃഷ്ണരാജ്, നിലവിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഡോഗ് സ്ക്വാഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടിയിട്ട് ഡോഗ് സ്ക്വാഡും അതോടൊപ്പം തന്നെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയും ഫോറൻസിക്സ് വിഭാഗവും ഇവിടെ പരിശോധനകൾക്കായിട്ട് എത്തിയിട്ടുണ്ട്. രാവിലെ 8:30 മണിക്ക് ശേഷമാണ് കൃത്യം നടന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഈ നാട്ടുകാർ പറയുന്നത് ഏതാണ്ട് 11 മണിയോട് കൂടി ആയിരിക്കണം. 11 മണിക്കാണ് ഈ വിവരം, ഈ ആതിരയ്ക്ക് ഇത്തരത്തിൽ കുത്തേറ്റ് മരിച്ച വിവരം നാട്ടുകാർ അറിയുന്നത് ഏതാണ്ട് 11 മണിയോട് കൂടിയാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് ആതിരയുടെ ഭർത്താവ് രാജീവ് ഈ ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ആതിരയെ രാജീവ് വിവാഹം കഴിക്കുന്നത്. ഈ വിവാഹം കഴിച്ച സമയം മുതൽക്ക് തന്നെ ഇവർ രണ്ടുപേരും ഈ ക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിൽ തന്നെയാണ് താമസം. അപ്പോൾ ഈ ആതിരയുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇന്നലെ രാത്രി തന്നെ സംസാരിച്ച് പരിഹരിച്ചിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ എന്താണ് സംഭവിച്ചത് എന്ന ഇവിടെ ഉള്ളവർക്ക് അറിയില്ല എന്ന് തന്നെയാണ് അത് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ മരണം നടക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കൊലപാതകം നടക്കുന്നത് ഈ മുറിക്കകമെന്ന് പറയുന്നത്, പോലീസുകാർ തന്ന വിവരം അനുസരിച്ച് ഈ വീടിനകത്തുള്ള മുറിയുടെ അകമെന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ ഒരു മുറിയാണ്. അപ്പോൾ ഈ മുറിക്കകത്ത് ഒരു സംഘർഷം നടക്കാനുള്ള സാധ്യതയൊന്നും മുന്നിൽ കാണുന്നില്ല, അല്ലെങ്കിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതിനകത്ത്, അല്ലെങ്കിൽ ഈ കൃത്യം ചെയ്തിട്ടുള്ളവർ ഇതിനകത്ത് നേരത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ വന്നവർ, അല്ലെങ്കിൽ നേരത്തെ ഇത് അറിയാവുന്ന ആളുകൾ തന്നെ ആയിരിക്കണം ഈ മുറിക്കകത്ത് പ്രവേശിക്കുകയും ഈ കൃത്യം ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന പ്രാഥമികമായിട്ടുള്ള വിവരണം. കാരണം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം നടക്കാനുള്ള യാതൊരുവിധ സാധ്യതയുമില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫോറൻസിക് ടീമിന്റെ മൊബൈൽ യൂണിറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് പരിശോധനകൾ നടത്താനായിട്ട്. വിരലടയാള വിദഗ്ധരും ഇവിടെ എത്തിയിട്ടുണ്ട് പരിശോധനകൾ നടത്താനായിട്ട്. അപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയാണ്. ഏതാണ്ട് രാവിലെ 11 മണിയോടുകൂടി പുറലോകം അറിഞ്ഞ സംഭവമാണ്. ഇതുവരെ മരിച്ച മൃതദേഹം ഇതുവരെ ഇവിടുന്ന് മാറ്റാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളും ശാസ്ത്ര പരിശോധനയും ഫോറൻസിക് പരിശോധനയ്ക്കൊക്കെ ശേഷം മാത്രമേ ഇത്തരത്തിൽ ഈ ബോഡി, അല്ലെങ്കിൽ മൃതദേഹം ഇവിടുന്ന് മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭർത്താവ് രാജീവ് ഇപ്പോൾ കഠിനംകുളം പോലീസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹം പറയുന്നത് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഭാര്യയും ഭർത്താവുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ചില തെറ്റിദ്ധാരണകൾ, ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു യുവാവുമായിട്ട് ഈ മെസ്സേജ് അയക്കുകയൊക്കെ ഉള്ള കാര്യങ്ങൾ രാജീവ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ആവർത്തിക്കില്ല എന്നും പുറംലോകം അറിയുകയാണെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായിട്ടൊക്കെ രാജീവ് പോലീസിൽ മൊഴി കൊടുത്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ വിരലടയാള വിദഗ്ധരും അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് എത്തിയിട്ടുണ്ട്. നാട്ടുകാരെല്ലാം ഈ വീടിൻ്റെ അറ്റത്ത് തടിച്ചു കൂടിയിട്ടുണ്ട്. ഇതൊരു പ്രധാനമായിട്ടും ഇത് ഒരു റോഡുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. മെയിൻ റോഡുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആര് വന്നു പോയാലും പെട്ടെന്ന് അറിയാൻ സാധിക്കും. കാരണം അയൽപക്കത്തൊക്കെ കടകളുണ്ട്. പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് രാവിലെ കട തുറന്നിട്ടില്ലായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ അത്തരത്തിലുള്ള ശബ്ദങ്ങളൊന്നും കേട്ടിരുന്നില്ല. ഉച്ചത്തിൽ TV വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചത്തിൽ TV വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഈ അകത്ത് നടക്കുന്ന ശബ്ദങ്ങളൊന്നും പുറത്ത് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ പോലീസിന്റെ പ്രാഥമികമായ നിഗമനം നേരത്തെ ഇവിടെ വന്നു പോയിട്ടുള്ളവർ, അല്ലെങ്കിൽ ഈ വീടിനെ പറ്റി നല്ല ധാരണയുള്ളവർ, അങ്ങനെ ആരെങ്കിലും ആയിരിക്കണം ഈ പ്രദേശത്ത് എത്തിയിട്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് കയറി ഈ സംഭവം ചെയ്തിട്ടുള്ളതെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. കഴുത്തിന് വലതുഭാഗത്ത് ആഴത്തിലുള്ള കത്തി കൊണ്ടുള്ള കുത്താണ് മരണകാരണമെന്ന് പറയുന്നത്. ഈ വീടിനകത്ത് തന്നെ മൃതദേഹം ഇപ്പോഴും തുടരുകയാണ്. പോലീസും ഡോഗ് സ്ക്വാഡും അതോടൊപ്പം തന്നെ വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവുമൊക്കെ ഇവിടെ എത്തി പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 5:30 മണിയോട് കൂടിയാണ് ഭർത്താവ്
രാജീവ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയത്. അതിനുശേഷം 8:30 മണിയോടുകൂടി അദ്ദേഹം പൂജ കഴിഞ്ഞ് തിരികെ വരും. ഈ തിരികെ വരുന്ന ഏതാണ്ട് 10 മണിയോടുകൂടി അദ്ദേഹം പൂജ കഴിഞ്ഞ് തിരികെ വരും. അദ്ദേഹം തിരികെ വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ഭാര്യ മരിച്ചു കിടക്കുന്നതായിട്ടും അതോടൊപ്പം തന്നെ ഈ വീടിന് പുറത്തുള്ള ഈ വാഹനം കാണാനില്ല എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നത്. അപ്പോൾ വിവരം അറിയുന്നത് തുടർന്ന് അപ്പോൾ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ എന്തായാലും ഇത് അറിയാവുന്ന, അല്ലെങ്കിൽ ഈ വീടും ഈ വീട്ടുകാരെയൊക്കെ അറിയാവുന്ന ആരോ ആണ് ഇത് അങ്ങനെ ഒരു കൊലപാതകമാണെങ്കിൽ അത് ചെയ്തിട്ടുള്ളതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഭർത്താവ് രാജീവ് ഇപ്പോഴും കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 വയസ്സുള്ള കുട്ടിയുണ്ട്. സമീപത്തുള്ള സ്വകാര്യ സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നത്. അപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്. സമീപത്തുള്ള സ്വകാര്യ സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നത്. കുട്ടിയെ രാവിലെ സ്കൂളിലേക്ക് ആക്കാനായിട്ട് ആതിര പുറത്തിറങ്ങിയിട്ടുള്ളതായിട്ട് നേരത്തെ തന്നെ നാട്ടുകാർ നമ്മളോട് പ്രതികരിച്ചു. അതോടൊപ്പം തന്നെ ഈ വിവരം പോലീസിന് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ മരണം നടന്ന ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. ഇപ്പോഴാണ് ഇൻക്വസ്റ്റ് നടപടികളും മറ്റും ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ടിൻഡു, ഇത് ഇപ്പോൾ വാഹനത്തിൽ വന്ന ആളല്ല, പക്ഷെ വാഹനമെടുത്താണ് പോയത്. റോഡരികിലാണ് വീട്. സ്വാഭാവികമായും ഈ കാലത്ത് അത്ര പ്രയാസമൊന്നും ഉണ്ടാകില്ല പ്രതിയെ പിന്തുടരാൻ, അല്ലെങ്കിൽ പ്രതി വാഹനത്തിൽ പോയതൊക്കെ കണ്ടെത്താൻ CCTV ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊരു പ്രശ്നമാണ്. കാരണം ഈ ക്ഷേത്രത്തിന് നേരെ എതിർവശം നടുക്കൊരു റോഡ്, അതിന് എതിർവശമാണ് ഈ വീട് വരുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലെ CCTV അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങൾ ഈ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലാണോ ഭർത്താവ് പൂജയ്ക്ക് പോകുന്നത്? തീർച്ചയായിട്ടും ഈ വീടിൻ്റെ നേരെ എതിർവശമുള്ള ക്ഷേത്രത്തിലാണ് ഭർത്താവ് പൂജയ്ക്ക് പോകുന്നത്. ഈ ക്ഷേത്രവുമായി ചേർന്നുള്ള വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞ 75 വർഷമായിട്ട് രാജീവ് താമസിക്കുന്നത്. ഇരുവരുടെ വിവാഹത്തിന് ശേഷം 6 വർഷങ്ങൾക്ക് മുമ്പാണ് ക്ഷേത്രത്തിൻ്റെ നേരെ എതിർവശമുള്ളൊരു വീട് ഇവർക്ക് ക്ഷേത്ര ട്രസ്റ്റ് കമ്മിറ്റി തന്നെ കണ്ടെത്തി കൊടുക്കുകയും അവരവിടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ 25 വർഷമായിട്ട് രാജീവ് ഇവിടെ താമസക്കാരനാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഈ ക്ഷേത്രത്തിന് സമീപം അതാണ്ട് തൊട്ടടുത്ത് ഒരു 20 മീറ്ററിനുള്ളിൽ തന്നെയാണ് ഈ വീടും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് റോഡിൽ അതായത് ഈ പ്രധാന റോഡിൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ വീട്ടിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. കാരണം അധികം ബഹളമൊന്നും കേട്ടിട്ടില്ല. ഒരു സംഘർഷം നടക്കുന്നതായിട്ടുള്ള രീതിയിലൊരു ബഹളമൊന്നും വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും കേട്ടില്ല. അതുതന്നെയാണ് ഇത്തരത്തിൽ ഒരു ദുരൂഹത ഈ സംഭവത്തിൽ നിറഞ്ഞു നിൽക്കാൻ കാരണം. ഈ വീട്ടിൽ നിന്ന് ഈ വാഹനം എടുത്തുകൊണ്ട് പോകുന്നതും ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു ദുരൂഹത തന്നെ നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ശരി. തിരുവനന്തപുരം കഠിനംകുളത്ത് കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ യുവതിയെ കണ്ടെത്തി. ഭർത്താവ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പൂജാരിയാണ്. അദ്ദേഹം അവിടെ പൂജയൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴാണ് ഈ മരിച്ച നിലയിൽ ആതിര എന്ന യുവതിയെ കണ്ടെത്തിയത്. ഇപ്പോൾ പോലീസും ഫോറൻസിക് സംഘവും ഒക്കെ അവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് പോകുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.